റോമൻ റെയിൻസ് വില്ലനാണോ? അതുപോലെ റോമൻ റെയിൻസിന്റെ സമ്മർ സ്ലാം പ്ലാൻ എന്താണ്? അതുപോലെ തന്നെ CM പങ്ക് സെത്ത് റോളിൻസ് ഇവരുടെ മാച്ച് ഇതോടുകൂടി അവസാനിച്ചോ വീണ്ടും വരുമോ എന്ന് നോക്കാം. അതുപോലെ ഗോൾഡ്ബർഗിന്റെ ലാസ്റ്റ് മാച്ച് ബ്രോക്ക് ലെസ്നറിന്റെ കൂടെ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ റൂമർ എല്ലാം വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയാം. അപ്പൊ മെയിനായിട്ട് ഇവരെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതുപോലെ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിനെ പറ്റിയും ഒന്ന് പറയാം. അതായത് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡ് സമയം മാറ്റും എന്ന് ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബെൽജിയമിൽ നടക്കുന്നതുകൊണ്ട് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സമയത്തിൽ വളരെയധികം ചേഞ്ച് വരും. അപ്പോൾ ആ സമയം എപ്പോഴാണ് എന്ന് വെച്ചാൽ രാത്രി 12:30 ആയിരിക്കും നെക്സ്റ്റ് വീക്ക് WWE റോ നെറ്റ്ഫ്ലിക്സ് ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 12:30 നമ്മൾക്കത് കാണാൻ സാധിക്കുക. സോണി സ്പോർട്സ് ടെലികാസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ചില റൂമറിൽ റെക്കോർഡ് ചെയ്ത ഷോ എപ്പോഴത്തെയും പോലെ 5:30 ടെലികാസ്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ലൈവായി ടെലികാസ്റ്റ് ചെയ്യുമോ അതോ റിപ്പീറ്റ് ഷോയാണോ 5:30 ടെലികാസ്റ്റ് ചെയ്യുക എന്ന്. അപ്പോൾ കറക്റ്റായിട്ട് പോസ്റ്റ് എല്ലാം ഞാൻ ആ സമയത്ത് ഇടാം. അതുപോലെ അടുത്ത റോ കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡും സമയത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു റോ എപ്പിസോഡ് ഏകദേശം 1:30 ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക. അതായത് രാത്രി 1:30 ലൈവായി ടെലികാസ്റ്റ് ചെയ്യും നെറ്റ്ഫ്ലിക്സ്. അപ്പോൾ അതും സോണി സ്പോർട്സ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് ലൈവ് ഷോ മാത്രമേ ടെലികാസ്റ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മുൻപ് US നെറ്റ്വർക്ക് ആയിരുന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത് എല്ലായിടത്തും അതാത് സമയങ്ങളിലാണ് കാണിക്കാറ്. എന്നാൽ നെറ്റ്ഫ്ലിക്സ് അങ്ങനെ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് സമയമെല്ലാം മാറുന്നത്. അപ്പോൾ സ്മാക്ക് ഡൗൺ അത് ബാധിക്കുമോ NXTയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും വേറെ വേറെ നെറ്റ്വർക്കിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. NXT CWയുടെ കയ്യിലും സ്മാക്ക് ഡൗൺ US നെറ്റ്വർക്കിൻ്റെ കയ്യിലുമാണ്. അതുകൊണ്ട് സമയം ചേഞ്ച് ചെയ്യില്ല. എപ്പോഴത്തെയും പോലെ ഷോ ടെലികാസ്റ്റ് ചെയ്യും. ലൈവ് ഷോ ചെയ്തില്ലെങ്കിലും കറക്റ്റ് അതാത് സമയങ്ങളിൽ തന്നെയായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുക. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇനി ഇന്ത്യയിൽ സെറ്റ് ആകുമ്പോൾ എല്ലാ എപ്പിസോഡും ലൈവാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരൊറ്റ റെക്കോർഡ് ഷോ പോലും കാണാൻ സാധിക്കില്ല നെറ്റ്ഫ്ലിക്സിൻ്റെ. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഗോൾഡ്ബർഗ് ബ്രോക്ക് ലെസ്നർ ഇവരുടെ മാച്ചിനെ പറ്റിയാണ്. അതായത് ഗോൾഡ്ബർഗിന്റെ റിട്ടയർമെന്റ് മാച്ച് ബ്രോക്ക് ലെസ്നറിന്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് റൂമർ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കാരണക്കാരൻ മറ്റാരുമല്ല ഗോൾഡ്ബർഗ് തന്നെയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഗോൾഡ്ബർഗ് ഒരു പോസ്റ്റ് എല്ലാം ഇട്ടുകൊണ്ട് 86 സെക്കൻഡിൽ ബ്രോക്ക് ലെസ്നറെ തോൽപ്പിച്ച കാര്യത്തെ പറ്റിയെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത്തരത്തിൽ ഒരു കാര്യം ചെയ്ത് ലോകത്തെ തനിക്ക് ഞെട്ടിക്കാൻ സാധിച്ചു എന്നും ഒരു പ്രാവശ്യം കൂടി അത്തരത്തിൽ ഞെട്ടിക്കാൻ താൻ തയ്യാറാണ്, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് ഗോൾഡ്ബർഗിന്റെ റിട്ടയർമെന്റ് മാച്ച് ബ്രോക്ക് ലെസ്നറുമായിട്ട് നടക്കും എന്ന് പറയുന്നത്. പക്ഷെ ബ്രോക്ക് ലെസ്നറെ പറ്റി പ്രത്യേകിച്ച് അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത ഈ ഒരു സാഹചര്യത്തിലും ഈ റൂമർ ന്യൂസ് എല്ലാം ഭയങ്കരമായി വരുന്നുണ്ട്. അതായത് ഇവർക്കാണ് ഫൈനൽ മാച്ച് നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് സാധ്യത ഒട്ടുമില്ല. കാരണം ബ്രോക്ക് ലെസ്നറിന് WWE വരാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് WWE ഇപ്പോഴത്തെ മാനേജ്മെന്റ് അലോ ചെയ്യില്ല ബ്രോക്ക് ലെസ്നറിന്. അപ്പോൾ ഗോൾഡ്ബർഗ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഇതുപോലെയെല്ലാം വന്നത്. അതായത് ഇവർക്ക് മൊത്തം 3 മാച്ച് നടന്നിട്ടുണ്ട് എന്നും അതിൽ 2 മാച്ച് ഗോൾഡ്ബർഗാണ് വിൻ ചെയ്തിട്ടുള്ളത്, 1 മാച്ച് ബ്രോക്ക് ലെസ്നറും. അതുകൊണ്ട് ഫൈനലായിട്ട് 4മതൊരു മാച്ച് നടക്കും എന്ന ടൈപ്പിലൊക്കെ. അപ്പോൾ അതിന് സാധ്യത കുറവാണ്. ഇനി അഥവാ നടക്കായിരുന്നുവെങ്കിൽ ആ മാച്ചിൽ ഒരു പക്ഷേ ബ്രോക്ക് ലെസ്നർ വിൻ ചെയ്തേനെ. ഇനി ഇന്നലെ റോ എപ്പിസോഡിൽ CM പങ്കിനെ സെത്ത് റോളിൻസ് സ്റ്റീൽ കേജ് മാച്ചിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് CM പങ്കിനെ ക്ലീൻ ആയിട്ട് തോൽപ്പിച്ചതല്ല, റോമൻ റെയിൻസ് വന്ന് വലിച്ച് പുറത്തിട്ട സമയത്ത് സ്റ്റീൽ കേജ് മാച്ചിന്റെ റൂൾസ് പ്രകാരമാണ് സെത്ത് റോളിൻസ് വിൻ ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി ഇവരുടെ സ്റ്റോറി ലൈൻ അവസാനിച്ചോ? ഇവർക്ക് വീണ്ടും മാച്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ച് ഒരു ക്ലീൻ റിസൾട്ട് അല്ലാത്തതുകൊണ്ട് വീണ്ടും സെത്ത് റോളിൻസിനും CM പങ്കിനും WWE മാച്ച് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതായത് റസൽമേനിയ കഴിഞ്ഞതിന് ശേഷമുള്ള പേപ്പർ വ്യൂസിൽ CM പങ്ക് സെത്ത് റോളിൻസ് ഇവർക്ക് തമ്മിലുള്ള ഫൈനൽ മാച്ച് WWE സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മാച്ച് CM പങ്ക് ക്ലീൻ ആയിട്ട് വിൻ ചെയ്തു. സെക്കൻഡ് മാച്ച് സെത്ത് റോമന്റെ സഹായത്തോടു കൂടി വിൻ ചെയ്തു. അതുകൊണ്ട് തേർഡ് മാച്ചിലേക്കുള്ള ഒരു ലീഡ് ഇതിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സെത്ത് CM പങ്ക് ഇവർക്ക് വീണ്ടും ഒരു മാച്ച് വന്നാലും അത് വേറെ ലെവലായിരിക്കും. അതായത് 2 യഥാർത്ഥ ശത്രുക്കൾ മത്സരിച്ചാൽ എങ്ങനെയിരിക്കുമോ അതുപോലെയാണ് ഇവരുടെ മാച്ച്. അതുകൊണ്ട് 3മത് ഈ മാച്ച് വന്നാലും സെറ്റായിരിക്കും. അപ്പോൾ റസൽമേനിയയ്ക്ക് ശേഷം ഈ മാച്ച് കാണാം എന്നാണ് പറയുന്നത്. ഈ മാച്ച് വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും വെയിറ്റിംഗ് ആണ് ഇവരുടെ മാച്ച് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റോമൻ റെയിൻസ് വില്ലനാണോ നായകനാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിനെ പറ്റി ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം ഇന്നലെ റോ എപ്പിസോഡിൽ സെത്തിനെ ഒന്ന് അറ്റാക്ക് ചെയ്തതുകൊണ്ടല്ല,
അതിന്റെ കാരണം CM പങ്കിനെ അറ്റാക്ക് ചെയ്ത കാരണമാണ്. എന്നാൽ റൂമറിൽ പറയുന്നത് റോമൻ വീണ്ടും ആ ഒരു ട്രൈബൽ ചീഫ് ആയതിനു ശേഷം പഴയ സ്വഭാവത്തിലേക്ക് എത്തിയെന്നും അതുകൊണ്ടാണ് സെത്ത് റോളൻസ് CM പങ്ക് ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്ന് ഇങ്ങനെയാണ് റൂമറിൽ പറയുന്നത്. അപ്പോൾ നമ്മൾക്കത് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾക്കറിയാം സെത്ത് റോമൻ റെയിൻസിനെ റോയൽ റംബിളിൽ എന്താണ് ചെയ്തത്, അതിന് പ്രതികാരം മാത്രമാണ് റോമൻ റെയിൻസ് ചെയ്തത്. അതായത് റിങ്ങിന് പുറത്ത് വെച്ചൊരു കഴ്സ് സ്റ്റാമ്പും സ്റ്റെപ്പിന്റെ മുകളിലേക്ക് ഒരു കഴ്സ് സ്റ്റാമ്പുമാണ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ സെക്യൂരിറ്റീസ് എല്ലാം അത് തടഞ്ഞു. പിന്നെ CM പങ്കിനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം പോൾ ഹേമൻ ആണ്. അതായത് പോൾ ഹേമൻ പോയി സമാധാനിപ്പിച്ച സമയത്ത് റോമൻ റെയിൻസിന് ഭയങ്കര അധികം ദേഷ്യം വന്നു. അതുകൊണ്ടാണ് CM പങ്കിനെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമായിട്ട് പറഞ്ഞാലും മെയിനായിട്ടുള്ള കാരണം ഇവരുടെ റെസൽമേനിയ ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ്. അപ്പോൾ ആ മാച്ചിൻ്റെ ഒരു വേറെ ലെവൽ സ്റ്റാർട്ടിംഗ് ആണ് ഇന്നലെ റോയിൽ കണ്ടത്. ഒരുപാട് ദിവസം മുൻപ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഇവർക്ക് സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് വന്നിട്ടുള്ള റൂമർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് കേജിന്റെ ഉള്ളിൽ കയറി സെത്തിനെ റോമൻ സ്പിയർ ചെയ്യുന്ന സമയത്ത് അത് മിസ്സായി CM പങ്കിന് കിട്ടിക്കൊണ്ട് ഇവർക്ക് തമ്മിലുള്ള ട്രിപ്പിൾ ത്രെഡ് മാച്ച് വരുമെന്ന്. അപ്പോൾ മിക്ക മാച്ചുകളിലും ഇങ്ങനെയാണ് സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ടായിരിക്കാം WWE ചേഞ്ച് ചെയ്ത് പോൾ ഹേമനെ വെച്ച് ഇവരുടെ ട്രിപ്പിൾ ത്രെഡ് സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് മിസ്സായി സ്പിയർ കൊള്ളുന്നതിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് പോൾ ഹേമനെ വെച്ച് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ റോമൻ ചെയ്തതിന് ശേഷം പലർക്കുമുള്ള ഡൗട്ടാണ് ഫേസ് ആണോ ഹീലാണോ എന്ന്. അപ്പോൾ റോമൻ റെയിൻസ് ഇപ്പോഴും ഫേസ് ആണ്, ഹീൽ ടൈം ചെയ്തിട്ടില്ല. ഇവരുടെ റെസൽമേനിയ സ്റ്റോറി കാരണമാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ ഈ ഒരു സ്റ്റോറിയിൽ ഓൾറെഡി നമ്മൾക്കറിയാം സെത്ത് റോളൻസ് ആണ് വില്ലനാവാൻ പോകുന്നത്. CM പങ്കും റോമൻ റെയിൻസും എപ്പോഴത്തെയും പോലെ ഫേസ് ആയിട്ട് മുന്നോട്ട് പോകും. പിന്നെ എന്തിനാണ് മെയിനായിട്ടും ഇങ്ങനെ കാണിച്ചത് എന്ന് വെച്ചാൽ CM പങ്ക് റോമൻ റെയിൻസ് ഇവരുടെ മാച്ചിന് വേണ്ടിയിട്ടാണ്. അതായത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു റോമൻ്റെ സമ്മർ സ്ലാം പ്ലാനിനെ പറ്റി. അപ്പോൾ അത് മറ്റൊന്നുമല്ല, റോമൻ റെയിൻസ് വേഴ്സസ് CM പങ്ക് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് സമ്മർ സ്ലാമിൽ പ്ലാൻ ചെയ്യുന്നത്. അത് സമ്മർ സ്ലാമിന്റെ നൈറ്റ് 2-ൽ മെയിൻ ഇവന്റായി നടക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങും ഈ ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങും എല്ലാം കൂടി ഒരു മാച്ചിലാണ് WWE കാണിച്ചിട്ടുള്ളത്. അതായത് ഇനി പോൾ ഹേമനുമായിട്ട് റോമൻ റെയിൻസിന് സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് CM പങ്കിനെ സപ്പോർട്ട് ചെയ്ത് പോൾ ഹേമൻ മുന്നോട്ട് പോയതുകൊണ്ട്. അതായത് മുൻപ് എങ്ങനെയാണോ ബ്രോക്ക് പോൾ ഹേമൻ റോമൻ റെയിൻസ് ഒരുപോലെ റിങ്ങിൽ വന്നുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് കൈമാറാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കൈനീട്ടി നിന്ന ഒരു സെഗ്മെന്റ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സെഗ്മെന്റ് CM പങ്ക് റോമൻ റെയിൻസ് പോൾ ഹേമൻ ഇവർക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റോമൻ റെയിൻസ് CM പങ്ക് ഇവരുടെ സമ്മർ സ്ലാം മാച്ച് ഇതോടുകൂടി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനർത്ഥം ഇവർക്ക് സമ്മർ സ്ലാമിൽ ഉറപ്പായിട്ടും മാച്ച് നടക്കും എന്നല്ല, ഇവരുടെ സ്റ്റോറി ലൈൻ വെച്ചാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നോക്കാം CM പങ്ക് വേഴ്സസ് റോമൻ റെയിൻസ് സമ്മർ സ്ലാമിൽ മാച്ച് വരുമോ എന്ന്. എന്തായാലും അതിനേക്കാൾ മുൻപായിരിക്കും സെത്തിന്റെ കൂടെ മറ്റൊരു മാച്ചും വരാൻ പോകുന്നത്. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.